നമസ്കാരം. ബിപിൻ സി ബാബുവും സരിനും സന്ദീപ് വാര്യരും രാഷ്ട്രീയ നാമപരതയുടെ അടിമകളല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. വർഷങ്ങളോളം ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനും പ്രവർത്തകനുമായിരുന്ന ബിപിൻ സി ബാബുവും BJPയോട് ഒപ്പം ചേർന്ന് നടന്ന സന്ദീപ് വാര്യരും അതുപോലെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്ന സരിനും അവർ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പാർട്ടികൾ ഉപേക്ഷിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയിരിക്കുകയാണ്. അങ്ങനെ അവർ പൊളിറ്റിക്കൽ നോമിനാലിറ്റിയുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ടൈറ്റുലാരിറ്റിയുടെ സ്ലേവറി തങ്ങൾക്കില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ നാമപരതയുടെയും രാഷ്ട്രീയ തലക്കെട്ടുപരതയുടെയും അടിമത്തം തങ്ങൾക്കില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതൊരു നല്ല സൂചനയാണ്, നല്ലൊരു ദിശാസൂചകമാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന്, അങ്ങേയറ്റം ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അവർ ആസ്പിറൻസ് ആണോ, പ്ലേസ് സീക്കേഴ്സ് ആണോ, അവർ സ്ഥാനമോഹികളാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്താണെന്ന്, അങ്ങേയറ്റം ഉള്ളിലിരിക്കുന്ന എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. എങ്കിലും അവരുടെ പാർട്ടി ഉപേക്ഷിച്ച് പുതിയ പാർട്ടിയിൽ ചേക്കേറുക എന്ന് പറയുന്ന ഒരു കാര്യം, ആ നോമിനാലിറ്റി അല്ലെങ്കിൽ ടൈറ്റുലാരിറ്റി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ആ ആർജവം, അത് ശ്ലാഘനീയമാണ്. ഒരു പാർട്ടി ഉപേക്ഷിച്ച് വേറൊരു പാർട്ടിയിൽ ചേരുക എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്ഥാനം മോഹിച്ചാവാം, അല്ലാതെയുമാവാം. എന്തായാലും ആ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയ നപുംസകങ്ങളല്ല അല്ലെങ്കിൽ രാഷ്ട്രീയ തിമിരം ബാധിച്ചവരല്ല എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമുക്ക് വേണ്ടത്. അതിനവർക്ക് ഒരു വലിയ കയ്യടി കൊടുക്കാവുന്നതാണ്. താങ്ക് യു.